Hi everyone, hi beautiful souls, welcome and welcome back to our channel Soul Growth 11 Malayalam. So 2026 ആദ്യത്തെ വീഡിയോ ആണ്. സോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഈ ഒരു 2026 നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു ഡേറ്റും കാര്യങ്ങളും ഇതൊക്കെ മായയാണ്. ഓക്കെ, നമ്മൾ ആ ഒരു സർവേഷനുമായിട്ട് ആ സർവ്വത്തിലും ഉടമസ്ഥനുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, കണക്റ്റഡ് ആയിട്ട് എപ്പോഴും അവരുടെ ഗൈഡൻസ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ, ആ ഒരു ബന്ധം ഏർപ്പെടുത്താനായിട്ട് വേണം നമ്മൾ പരിശ്രമിക്കാനായിട്ട്. അല്ലാതെ ഈ ഡേറ്റ്സിനോ ഈ ഒരു ഓരോ കാര്യങ്ങൾക്കൊന്നും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഓക്കെ, എല്ലാ ദിവസവും ഒരു പുതിയ ചാൻസാണ്. ഒരു സെക്കൻഡും നമ്മൾ ആ ഒരു സർവേഷനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അനുഗ്രഹമായിട്ട് നമ്മൾ കരുതി അവിടെ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഇപ്പം കേൾക്കാനായിട്ടുള്ള ഗൈഡൻസ് എന്താണ്, സർവത്തിലും ഉടമസ്ഥൻ്റെ ഒരു ഗൈഡൻസ് എന്താണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണോ? ഓക്കെ, is there anything else? ഗൈഡൻസ് എന്താണ് for you? ഓക്കെ, ക്ലിയർ. സോ സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് ആ ഒരു ബന്ധം ഉറപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു സർവേഷനുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ് സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, ദൂരമൊന്നും അല്ല, അല്ലെങ്കിൽ ആകാശത്താണ് ഉള്ളതെന്നൊന്നും അല്ല. തൂണിലും തുരുമ്പിലും പറയുന്ന പോലെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ എപ്പോഴും കേൾക്കുന്നുണ്ട്, അവർ കേൾക്കാൻ റെഡിയാണ്. നിങ്ങൾ ആ ഒരു ഉള്ളു തുറന്ന് വിളിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, വാവ്, നിങ്ങളുടെ ലൈഫ് ഒരു സെലിബ്രേഷൻ ആയിട്ട് മാറാൻ പോകാമെന്നുള്ളൊരു കാര്യമാണ്. ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷനൊക്കെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ എന്തോ നിങ്ങളുടെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു ഹാപ്പിനെസ് എൻജോയ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. അല്ലാതെ ഞാനിങ്ങനെ എന്താണ് പറഞ്ഞത് ഡൗൺ ആയിട്ട് നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വരുന്ന ഹാപ്പിനെസ് തരുന്നതായിട്ടുള്ള ഏത് കാര്യവും നിങ്ങൾ അവോയ്ഡ് ചെയ്യാതെ അതിൽ പങ്കെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, മൈൻഡ് കുറേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. കൂടുതൽ ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും 2026 ആയി, ഇത്രയും ഒരു പുതിയ വർഷമൊക്കെ തുടങ്ങി, എന്താണ് മാറാത്തത്, എങ്ങനെയാണ് എന്നുള്ള ചിന്തകളൊക്കെ മേബി നിങ്ങൾക്ക് കൂടി വരുന്നുണ്ടായിരിക്കാം. ലോൺലി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ, പ്രഷർ, ഓവർ തിങ്കിങ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. പക്ഷെ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു ടൈം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു ടൈം നിങ്ങൾക്ക് ആ ഒരു പുതിയ പുതിയ നന്മകളിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഗ്രികൾച്ചറലായിട്ട് ലാൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ലാൻഡ്സ് വാങ്ങിച്ച് നിങ്ങൾ അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. അത് ചിലർക്ക് ഡ്രീം ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം എന്തെങ്കിലും വരാനുണ്ടെന്തെങ്കിലും കേസിലോ വഴക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നതിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അഗ്രികൾച്ചർ ചെയ്യാനോ പഠിക്കാനോ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്, സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അനുഗ്രഹം ഉണ്ടാവുന്നുണ്ട്, സക്സസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് അവർ തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സർവ്വത്തിലും ഉടമസ്ഥനായ അവിടുത്തെ ആ ഒരു കൃപ കൊണ്ട് നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. രണ്ടും ഇരുന്ന് കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കാൻ ഞാൻ മുമ്പേ ആ ഒരു മെസ്സേജ് പറഞ്ഞായിരുന്നു. ഓക്കെ, ജസ്റ്റ് നൗ ഞാൻ ഈ കാർഡ് കാണുന്നത്. സോ നിങ്ങളുടെ ഈ ലോൺലിനെസ്സിന്, നിങ്ങളുടെ ഈ ഒരു എംപ്റ്റിനെസ്സിൽ, നിങ്ങൾക്ക് ഈ ശൂന്യതയിൽ നിങ്ങൾക്ക് മണി റിസീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് 1 by 1 ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. ഹാപ്പിനെസ്, സെലിബ്രേഷൻ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളെ സെർവ് ചെയ്യാത്തവർക്ക് നിങ്ങളെ വിട്ടു പൊക്കോളും. നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നേച്ചർ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ അവിടുന്ന് അവിടെ നിൽക്കാതെ തന്നെ നിങ്ങൾ അവിടുന്ന് വെളിയിൽ വരിക. നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വേണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സോഴ്സുമായിട്ട് ആ ഒരു സോഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വരാനുള്ള അനുഗ്രഹങ്ങളൊക്കെ തങ്ങി നിന്ന് ആ ഒരു ബ്ലോക്കേജായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും മാറി നിങ്ങൾക്ക് ആ ഒരു വഴി തുറക്കുന്നുണ്ട്, വഴി ഓപ്പൺ ആക്കി തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ
എന്തിനൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് 1 by 1 ആയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ധൈര്യപൂർവ്വം സന്തോഷത്തോടു കൂടി ആ സോഴ്സ് എനർജിയോടുകൂടി നിങ്ങൾ കണക്ട് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ശുദ്ധതയോടുകൂടി തന്നെ നിങ്ങൾ തുടങ്ങുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയമുണ്ടാകും. 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നു വരും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ കാര്യമാവട്ടെ നിങ്ങളുടെ ലൈഫിൽ തന്നെ നടക്കുന്ന പൊതുവേ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ. ഓക്കെ, സോ ഈ 2 കാർഡും റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കുറേ ഇംബാലൻസസ് ഒക്കെ കാണിക്കുന്നുണ്ട്. മണി മെയിനായിട്ട് മണി മാറ്റേഴ്സിൽ ഇംബാലൻസസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ളൊരു ടൈമാണിത്. സോ നിങ്ങളുടെ പാസ്റ്റോ അല്ലെങ്കിൽ പാസ്റ്റിലെ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ബ്ലോക്കേജസോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ വീട്ടിൽ അടങ്ങിയ ഒരു എന്താണ് പറയുക അടച്ചിട്ട ഒരു റൂമിൽ ഇരിക്കാതെ വിഷമിക്കാതെ നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളുടെ ആ ഒരു കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ആ റിസ്ക് എടുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറായിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സോഴ്സ് എനർജി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനോടുകൂടി തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് ആ മനഃശുദ്ധിയോടുകൂടി നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ കാര്യം വിജയിക്കുക തന്നെ ചെയ്യും. എത്ര ടഫാണ്, എത്ര ഡിഫിക്കൽട്ടീസ് ആണ്, എത്ര എതിർപ്പുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നെങ്കിൽ പോലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. സോ ട്രസ്റ്റ്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക, ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആ ഒരു അഗെയിൻ ഒരു കൺഫർമേഷനാണ്. ആ ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം നേടുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗൈഡൻസും പ്രൊട്ടക്ഷനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ടില്ല. ഓക്കെ, ഇസ് എനിത്തിങ് എൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസ് കൊടുക്കാനുള്ള ഗൈഡൻസ് എന്താണ്, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ റൈറ്റ് നൗ, അവർ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ, അവർ കൊടുക്കേണ്ട ഗൈഡൻസ് എന്തൊക്കെയാണ്? ഒരു കാർഡ് കൂടി പോപ്പപ്പ് ആവുന്നുണ്ട്. ഓക്കെ, സോ ആരെങ്കിലും നിങ്ങളെ ഡൗൺ ആക്കാൻ ശ്രമിച്ച് നിങ്ങൾ പിൻവാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റീകൺസിഡർ ചെയ്യുക. വീണ്ടും ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങൾ റെഡിയാക്കാനായിട്ട് എത്ര ടൈം എടുത്തിട്ടുണ്ട്. സോ വീണ്ടും ഒരു തിരിച്ച് പോയിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതിനെക്കാട്ടിലും നല്ലത് അതിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. സോ എന്താണോ നിങ്ങൾ അലട്ടുന്നതോ ആ ഒരു കാര്യം വീണ്ടും ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾക്ക് കുറേ സൈൻസ് കാണിച്ചു തരുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ സൈൻസ് കാണിച്ചു തരുന്നുണ്ട്. ആ സൈൻസ്, അതാണ് ഞാൻ പറഞ്ഞ ആ ഗൈഡൻസ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, വലിയൊരു ബിഗ് ഹാപ്പി ചേഞ്ചസ്, മണി എനർജീസ്, അബണ്ടൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സോ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് അവിടുന്ന് തരാനായിട്ടെല്ലാം അപ്രൂവ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ആ ഒരു റിസീവിങ് മൈൻഡ് സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അബണ്ടൻസും ബിഗ് ഹാപ്പി ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് കിട്ടുന്ന മെസ്സേജ്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൊടുന്ന് ചെയ്തേക്കണേ. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റും കൊടുന്ന് ചെയ്തേക്കണേ. അതേപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കാം.